യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 43-ാം വാക്യം. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. തോൽക്കൊല്ലനായ ശിമോൻ അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമായിരുന്നു. തോൽ ഊറക്കിട്ട് സൂക്ഷിക്കുന്നവനാണ് തോൽക്കൊല്ലൻ. ഊറക്കിട്ട് ഉണക്കിയ തുകൽ കൊണ്ട് അരപ്പട്ട, ചെരുപ്പ്, സഞ്ചി എന്നിവ നിർമ്മിച്ചായിരുന്നു ഇവരുടെ ഉപജീവനം. തോൽ ഊറക്കിടുന്നത് അശുദ്ധമായാണ് കരുതിയിരുന്നത്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവദാസനായിരുന്ന പത്രോസിന് തൻ്റെ ഭവനം പാർക്കുന്നതിനായി തോൽക്കൊല്ലനായ ശിമോൻ തുറന്നുകൊടുത്തു എന്നതാണ്. ഒരാളുടെ വീട്ടിൽ അതിഥിയായി താമസിച്ചാൽ ആതിഥേയൻ്റെ ബദ്ധപ്പാട് ചിന്തിക്കാമല്ലോ. ശിമോൻ്റെ വീട്ടിൽ പത്രോസിന് പ്രാർത്ഥനാ മുറിയും ഉണ്ടായിരുന്നു. പ്രിയരെ, കർത്താവിൻ്റെ ദാസന്മാരെ മാനിക്കുന്നത് കർത്താവിനെ മാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഹൗസ് കർത്താവിനായി തുറന്നാലേ പേഴ്സും തുറക്കുവാൻ ആകെയുള്ളൂ. പത്രോസിൻ്റെ പാർപ്പിനെക്കുറിച്ച് ചരിത്രകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് വളരെ നാൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു മടിയുമില്ലാതെ പത്രോസിനെ കരുതി എന്നർത്ഥം. ഒരു വാക്കുകൂടെ ചേർത്ത് പറയട്ടെ, പത്രോസിൻ്റെ ശുശ്രൂഷകൾക്ക് സ്വർഗം പ്രതിഫലം പങ്കുവയ്ക്കുമ്പോൾ ശീമോനും ഒരു പങ്ക് ലഭിക്കുകയില്ലേ? നിത്യതയിലേക്ക് ചെന്നാൽ നമ്മുടെ പ്രതിഫലം എങ്ങനെയിരിക്കും? ഇന്ന് പുലരിയിൽ തോൽക്കൊല്ലനായ ശിമോൻ നമുക്കൊരു വെല്ലുവിളിയാകട്ടെ. കർത്താവ് സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.